കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുമ്പോഴും തനത് വരുമാനം കണ്ടെത്താൻ വേണ്ടി വിദേശ നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടി ഉള്ള പദ്ധതികളാണ് ഇപ്പോൾ ഇന്ന് പിണറായി വിജയൻ അവതരിപ്പിച്ച രാഷ്ട്രീയ നയരേഖയിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത വട്ടവും ഭരണം പിടിക്കുക, മൂന്നാം വട്ടവും ഭരണം പിടിക്കുക എന്നത് തന്നെയാണ് പാർട്ടി സമ്മേളനം ചർച്ച ചെയ്തതെന്ന് പറയുമ്പോൾ 2026 തിരഞ്ഞെടുപ്പിന്റെ ഒരു കാഹളം കൂടി ഇന്നിപ്പോൾ പാർട്ടി സമ്മേളനത്തിൽ താങ്കൾക്ക് ചെവിയോർത്താൽ കേൾക്കാൻ കഴിയുന്നുണ്ടോ ശ്രീ പത്മനാഭൻ? ഡോക്ടർ അരുൺ, നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1.76% വോട്ട് കിട്ടിയ ഒരു പാർട്ടിയെ പറ്റിയാ. അത് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് കിട്ടിയത് 1.4% വോട്ടാണ്. CPM-ന് കിട്ടിയത് 1.76%. എന്ന് വെച്ചാൽ 0.72% വോട്ടിന്റെ വ്യത്യാസം നോട്ടയും ഇവരും തമ്മിലുള്ളൂ. ഇവരിങ്ങനെ വലിയ വർത്താനം പറയുന്നതിലൊന്നും അർത്ഥമില്ല. ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞതിന് വിരുദ്ധമായി ഇന്ന് പറയും. അത് ഇവരുടെ സ്വഭാവമാണ്. അങ്ങനെ പറയരുത്. പണ്ടൊക്കെ 20 കൊല്ലം കഴിഞ്ഞാലാണ് മാറ്റി പറയാ. ഇപ്പൊ 10 15 ആയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഇപ്പൊ സുപ്രീം കോടതിയിൽ പോയി കേസ് കൊടുത്തു കേന്ദ്ര സർക്കാരിനെതിരെ. എന്തായി? ചൂടാണ്ട് CPM കേന്ദ്രത്തിലെ വലിയ പോരാട്ടങ്ങളൊക്കെ നടത്തുന്നുണ്ട്. രാജ്ഭവനിൽ അടുത്ത കാലത്താണ് ഡൽഹിയിൽ നടന്ന മാർച്ച് താങ്കൾ കണ്ടില്ലേ? ഇതൊന്നും അറിയണ്ടേന്ന്. ഈ രാജ്യം അറിയാത്ത സമരം നടത്തിയിട്ട് എന്താ കാര്യം? കേരളത്തിന് പുറത്ത് ഈ പാർട്ടി നടത്തുന്ന സമരങ്ങൾ ആരും അറിയുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? ഈ 30 വർഷം മുന്നേ എന്തായിരുന്നു ഇടതുപക്ഷം? അതിന്റെ അസ്ഥികൂടമാണ് ഇന്നത്തെ ഇടതുപക്ഷം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിന്റെ വിധി. 50കളിലും 60കളിലും ഒക്കെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ചെറുപ്പക്കാർ, അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർ തൊഴിൽ തേടി പോകുന്ന 2 സ്ഥലങ്ങളായിരുന്നു ബോംബെയും കൽക്കട്ടയും. അതുകൊണ്ട് ഇപ്പൊ എന്താ ഇന്നെന്താ സ്ഥിതി? ബോംബെ ഇന്നും അങ്ങനെ തന്നെ, മുംബൈ പേര് മാറ്റിയപ്പോഴും അങ്ങനെ തന്നെ തൊഴിൽ തേടി ചെറുപ്പക്കാർ പോകുന്നു. അങ്ങനെയൊക്കെ വഴിയില്ല. ബാംഗ്ലൂർ വളർന്നു വന്നു, ഹൈദരാബാദ് വളർന്നു വന്നു, ചെന്നൈ വളർന്നു വന്നു. അന്ന് വെറും ഒരു രാഷ്ട്രീയക്കാരുടെ നഗരമായിരുന്ന ഡൽഹി ഇന്ന് മഹാനഗരമായി. ഡൽഹിക്ക് ചുറ്റും നോയിഡ, ഗുരുഗോൺ പോലുള്ള വൻ വ്യവസായ കേന്ദ്രങ്ങൾ വന്നു. 34 കൊല്ലം ഭരിച്ചിട്ട് കൽക്കട്ട എന്ന വ്യവസായ നഗരത്തെ തകർത്തു. വ്യവസായങ്ങളുടെ ശവപ്പറമ്പായി കൽക്കട്ടയെയും ബംഗാളിനെയും മാറ്റി. ഇതാണ് ഈ പാർട്ടിയുടെ സംഭാവന. ഈ പാർട്ടി പറയുന്നതൊക്കെ ഹമ്പക്കാണ്. ഈ ഹമ്പക്ക് ഞാൻ ഇടതുമുന്നണിയും കോൺഗ്രസും മാത്രം മാറി മാറി ഭരിച്ച കേരളത്തിലാണ് അതിദരിദ്രരില്ലാതെ വരാൻ പോകുന്നത് നവംബർ 1-ാം തീയതി. ഇതേ കേരളത്തിലാണ് ഒരു രാഷ്ട്രീയ കലാപവും ഇടതുമുന്നണിയും കോൺഗ്രസും മാറി മാറി ഭരിച്ച ഇതേ കേരളത്തിലാണ് ഒരു വലിയ കലാപവും പൊട്ടിപ്പുറപ്പെടാതെ പോയത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ. ചെറുപ്പക്കാർ ഗൾഫ് പിന്നെ മാറാട് നടന്നത് എന്തായിരുന്നു? കലാപല്ലായിരുന്നോ? അതല്ല ഉദ്ദേശം. ചെറുപ്പക്കാര് ഗൾഫിൽ പോയി, പിന്നീട് യൂറോപ്പിൽ പോയി നഴ്സിംഗും മറ്റു ജോലിയായിട്ട്. ഇപ്പൊ ലോകം മുഴുവൻ പോകുന്നു മലയാളി. അത് അന്ന് ഗൾഫ് പോയവൻ അയച്ച മണി ഓർഡർ എക്കണോമി എന്നൊന്നും കേട്ടിട്ടില്ലേ നിങ്ങൾ? കേരളയുടെ ബാക്ക് ബോൺ ഈസ് മണി ഓർഡർ എക്കണോമി. നമ്മൾ കേട്ട് പഠിച്ച സംഗതിയാ. അതിൽ പിന്നെ നാണ്യവളകൾ, നാളികേര, റബ്ബർ, കുരുമുളക്, ഏലം, ഇഞ്ചി, റബ്ബർ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ബംഗാൾ നന്നാവണ്ടേ? മുച്ചൂട് മുടിച്ചില്ലേ ബംഗാളിനെ? കുത്തുവാള എടുപ്പിച്ചില്ലേ ബംഗാളിനെ? കേരളത്തിൽ വന്ന് കൂലിപ്പണി എടുത്ത് ജീവിക്കല്ലേ ആ പാവങ്ങള്? ഇപ്പൊ അവിടെ കഷായത്തിന് കൂട്ടാനില്ലാണ്ടായില്ലേ? ഞങ്ങൾ ത്രിപുരയിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ത്രിപുരയിലെ റോഡുകൾക്ക് കറുത്ത നിറം വന്നത്. അടിസ്ഥാന അല്ലെങ്കിൽ 700 രൂപ മിനിമം വേതനമായിട്ട് നൽകുന്ന ഒരു സംസ്ഥാനമായി മാറിയത് എങ്ങനെയാണ്? ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഈ ഗൾഫുകാരൻ ഒഴുകിയ പണം കൊണ്ട് കെട്ടിപ്പൊന്തിച്ച മണിമാണികളല്ലേ ഇവിടെ തൊഴിലവസരങ്ങൾ, നിർമ്മാണ മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ കൊടുത്തത് അല്ലേ? അല്ലാന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെ ഹമ്പക്കാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഇന്നൊന്ന് പറയും, 20 കൊല്ലം കഴിഞ്ഞ് മാറ്റി പറയും. അപ്പോഴേക്കും ആ കാലം മാറിയിട്ടുണ്ടാവും. പറഞ്ഞിട്ടൊരു ഗുണവുമില്ല. ഈ പാർട്ടിക്ക് ഭരണ തുടർച്ച കിട്ടിയത് UDF-കാരുടെ പൊളിറ്റിക്കൽ ബ്ലണ്ടർ കാരണമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പിണറായി വിജയനെ തോൽപ്പിക്കാനല്ലായിരുന്നു താല്പര്യം. ഒരു സീറ്റുള്ള BJP-യുടെ നിയമത്തെ സീറ്റിൽ BJP-യെ തോൽപ്പിക്കാനായിരുന്നു അവർക്ക് പ്രാധാന്യം കൊടുത്തത്. 100% ഞാൻ യോജിക്കുന്നു. അതിനുള്ള അധികാരവും സ്വാതന്ത്ര്യം അവർക്കുണ്ട്, ജനാധിപത്യ രാജ്യ. പക്ഷേ ഒരു സീറ്റുള്ള BJP-യുടെ പിന്നാലെ അവർ പോയപ്പോ ചുളുവിൽ ഇവർ ജയിച്ചു കയറിയതാണ്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വായിച്ചു.